എറണാകുളം ജില്ലയിലെ മുനമ്പത്തേതടക്കം വഖഫ് ഭീകരതയുടെ ഇരകളായി സ്വന്തം വസ്തുവകകൾ വിട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ആയിരക്കണക്കിന് വഖഫ് അന്യായത്തിന്റെ ഇരകളായ ജനങ്ങളുടെ പ്രതീക്ഷയായ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ എത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംയുക്ത പാർലമെന്ററി സമിതി വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് അവതരിപ്പിച്ച ഭേദഗതികൾ രാജ്യസഭ അംഗീകരിച്ചതിനാൽ പാർലമെന്റിന്റെ അംഗീകാരം നൽകുന്നതോടെ ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നും ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന ഈ ഘട്ടത്തിൽ മുൻപ് എങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളുമായി കോൺഗ്രസും ചില മുസ്ലിം പാർട്ടികളും സംഘടനകളും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന വഖഫ് നിയമമനുസരിച്ച് സുന്നി വഖഫ് ബോർഡ് പാവപ്പെട്ടവരുടെ പുരയിടത്തിന് അവകാശവാദവും ഉന്നയിച്ചുകൊണ്ട് നോട്ടീസുമായി ഇറങ്ങിയാൽ അത്തരം അന്യായങ്ങളെ ചോദ്യം ചെയ്യുവാനോ അതിൽ തിരുത്തൽ വരുത്തുവാനോ ഇന്ത്യയിലെ പരമോന്നത നീതിന്യായ കോടതിക്ക് പോലും അവകാശമില്ലാത്ത തരത്തിലായിരുന്നു ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആസ്തിവകകളുടെയും പുരയിടങ്ങളുടെയും അസ്ഥിവാരം വരെ മാന്തിയെടുക്കാനും അതെല്ലാം അന്യായമായി കൈക്കലാക്കുവാനും പോകുന്ന വിധത്തിലുള്ള അധികാരങ്ങൾ മുൻ കോൺഗ്രസ് സർക്കാരുകൾ വഖഫ് ബോർഡിന് പതിച്ച് നൽകിയത്. വഖഫിന്റെ തിരുട്ട് നയങ്ങളെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും തുറന്നു കാണിച്ചുകൊണ്ട് വഖഫ് ഇരകളായ മുനമ്പത്തെ 600-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധവും നിരാഹാര സമരവും നിമിത്തം വഖഫ് നിയമ ഭേദഗതി അനിവാര്യമായി മാറിയതിനാൽ അതിനായി കേന്ദ്ര സർക്കാർ ശക്തമായി രംഗത്ത് ഇറങ്ങുകയായിരുന്നു. ബില്ലിന്റെ ഓരോ ഘട്ടത്തിലും കടുത്ത പ്രതിഷേധങ്ങളും വെല്ലുവിളികളുമാണ് ഇതിനെതിരെ ഉയർന്നത്. എന്നാൽ അതെല്ലാം ഓരോ സഭകളിലും മറികടന്ന് ഭേദഗതി ബില്ല് അവസാന സഭയിലെത്തുകയും അത് നിയമമാകുവാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിലും കടുത്ത അസംബന്ധങ്ങൾ പറഞ്ഞുകൊണ്ട് പോലും കോൺഗ്രസ് അതിനെതിരെ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണിപ്പോൾ. ഭേദഗതി ബില്ല് ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമാണ് എന്നും നിയമനിർമ്മാണം അഗാധമായ പിഴവുകൾ നിറഞ്ഞതാണ് എന്നും ഇസ്ലാമിക സമൂഹത്തിന് സ്വന്തം മത പാരമ്പര്യങ്ങളും കാര്യങ്ങളും നടത്താനുള്ള അവകാശം മനഃപൂർവ്വം നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ് എന്നും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമൂഹിക ഐക്യത്തിൻ്റെ ബന്ധങ്ങളെ തകർക്കാൻ പോകുന്നതാണ് എന്നും ആരോപിച്ച് കോൺഗ്രസ് പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ മേധാവി ജയറാം രമേശാണ് ഇപ്പോൾ വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. ഭേദഗതി ബില്ല് പാസ്സാകുന്നതോടെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ചില കൊടുക്കൽ വാങ്ങലുകൾ ഇല്ലാതാകുന്നതിലുള്ള വിഷമം മാത്രമേ ഉള്ളൂവെന്നും അല്ലാതെ മുനമ്പത്തേതടക്കം ഇന്ത്യയിലെ ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് പെരുവഴിയിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുന്ന ഗതികേട് കോൺഗ്രസിന് ഒരു വിഷയമേ അല്ല എന്നതാണ് ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായ ജയറാം രമേശിന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത്. ഇസ്ലാമിക സമൂഹത്തിന് സ്വന്തം മതപാരമ്പര്യങ്ങളും കാര്യങ്ങളും നടത്താനുള്ള അവകാശം ഉറപ്പായും ഉണ്ട്. പക്ഷേ അത് മറ്റുള്ളവന്റെ ആസ്തിവകകളിൽ അവകാശം ഉന്നയിച്ചുകൊണ്ട് തന്നെ വേണോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ലാതെയാണ് ഏത് വിധേനയും ബില്ല് അട്ടിമറിക്കാനുള്ള കളികളുമായി ചിലർ ഇപ്പോൾ കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. കോൺഗ്രസിനൊപ്പം രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾ ശക്തമാക്കിക്കൊണ്ട് അവരുടെ ഘടകകക്ഷികളുടെ ഇസ്ലാമിക നേതാക്കന്മാരും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡും ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ്. വഖഫ് ബില്ലിനെതിരെ രാജ്യവ്യാപകമായി നടക്കുന്ന പ്രക്ഷോഭങ്ങളെ ന്യായീകരിച്ച് വഖഫ് ഭേദഗതി നിയമം ഒരു മതത്തെ തന്നെയാണ് ലക്ഷ്യമിടുന്നത് എന്നും മതസ്ഥാപനങ്ങൾ എല്ലാ മതങ്ങളുമായും ബന്ധപ്പെട്ടതാണ് എന്നും സ്വന്തമായി അത്തരം സ്ഥാപനങ്ങൾ ഇല്ലാത്ത ഒരു മതവുമില്ല എന്നും വഖഫ് വഴിയാണ് മുസ്ലിങ്ങൾ കൂടുതലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നും അവരെ തന്നെ ലക്ഷ്യമിടുന്ന ഈ നീക്കങ്ങൾ പിരിമുറുക്കം ഉണ്ടാക്കുമെന്നും പറഞ്ഞ് ബില്ലിന് വർഗീയമായ മാനങ്ങൾ നൽകിക്കൊണ്ട് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും രംഗത്തെത്തുകയുണ്ടായി. കോൺഗ്രസും മുസ്ലിം സംഘടനകളും ഭേദഗതി ബില്ലിനെ മതപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അട്ടിമറിക്ക് കളമൊരുക്കുമ്പോൾ വഖഫ് ഇരകളുടെ മതവും ജാതിയും ഒന്നും ഫോക്കസ് ചെയ്യുവാൻ ഇവിടെ ഒരു പാർട്ടികൾക്കും തോന്നുന്നുമില്ല. ഏതായാലും മുനമ്പത്തേതടക്കം വഖഫിന്റെ നീരാളിപ്പിടുത്തത്തിൽ ഭ്രമിച്ച് നിൽക്കുന്ന പാവങ്ങളെ രക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ വലിയ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്.